നമ്മൾ എന്നും കേൾക്കുന്ന ഒരു ടേം അല്ലേ, എൻ്റെ ലൈഫിൽ ആ ഒരു കാര്യം കൊണ്ട് സ്ട്രെസ് ഉണ്ട്, ഭയങ്കര സ്ട്രെസ്സാണ് ലൈഫ്. നിങ്ങൾ സ്ട്രെസ്ഡ് ആണോ എന്ന് എങ്ങനെയാണ് അറിയാം? ആണെങ്കിൽ എത്ര സ്ട്രെസ്ഡ് ആണ് നിങ്ങൾ എന്നുള്ളത് എങ്ങനെയാണ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയാം? അതൊക്കെയാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. പണ്ട് കാലത്തൊന്നും അധികം കേട്ടിട്ടില്ലാത്തൊരു രോഗമായിരിക്കും, അല്ലെങ്കിൽ ഒരു അവസ്ഥയായിരിക്കും സ്ട്രെസ്. നമ്മൾ ഇന്ന് ആൾക്കാർ ഞങ്ങൾ സ്ട്രെസ്ഡ് ആണ് എന്ന് പറയുന്നത് പോലെ പണ്ടധികം അത്രയും നമ്മൾ കേട്ടിട്ടുണ്ടാവില്ല. ഇത്രയും ഫ്രീക്വൻ്റ്ലി ആൾക്കാർ നമ്മൾ സ്ട്രെസ്ഡ് ആണെന്ന്, കുട്ടികളടക്കം പറയുന്നുണ്ട് അവർ സ്ട്രെസ്ഡ് ആണെന്ന്. അങ്ങനെ ഒരു സംഭവം പണ്ടുണ്ടായിരുന്നില്ല. പണ്ടുള്ളതിനേക്കാളും ഇന്ന് ഓരോരുത്തർക്കും കിട്ടുന്ന ഇൻഫർമേഷൻ്റെ അളവ് ആൻഡ് ഓരോരുത്തരുടെയും ലൈഫ് ബാക്കിയുള്ളവരുടെ മുന്നിൽ എത്ര വിസിബിൾ ആണോ എന്നുള്ളത് വളരെ കൂടുതലാണ്. ചിലപ്പോൾ സോഷ്യൽ മീഡിയ ആയതുകൊണ്ടായിരിക്കാം, വേൾഡ് വളരെയധികം കണക്റ്റഡ് ആയതുകൊണ്ടായിരിക്കാം, നിങ്ങളുടെ ലൈഫ് കാണുന്ന ആൾക്കാർ, നിങ്ങളുടെ ലൈഫ് ജഡ്ജ് ചെയ്യുന്ന ആൾക്കാർ, നിങ്ങളുടെ ലൈഫിൽ ഒപ്പീനിയനുള്ള ആൾക്കാരൊക്കെ പണ്ടത്തെക്കാളും വളരെ കൂടുതലാണ്. മാത്രമല്ല, ഇന്നത്തെ സൊസൈറ്റിയിൽ സക്സസ്ഫുൾ ആവുക എന്ന് പറയുന്നത് സ്വയം സക്സസ്ഫുൾ ആവുന്നതിനേക്കാൾ ഇമ്പോർട്ടൻ്റ് ആണ് വേറൊരാളുടെ മുന്നിൽ നമ്മൾ സക്സസ്ഫുൾ ആണ് എന്നുള്ളത് പ്രൂവ് ചെയ്യാൻ. ആൻഡ് വേറൊരാളുടെ മുന്നിൽ സക്സസ്ഫുൾ ആണെന്ന് പ്രൂവ് ചെയ്ത ഒരാൾക്ക് എന്തെങ്കിലും തരത്തിലുള്ളൊരു വീക്ക്നെസ് കാണിക്കാൻ പറ്റുമോ? കരയാൻ കഴിയുമോ? ദേഷ്യപ്പെടാൻ കഴിയുമോ? സക്സസ്ഫുൾ ആണെങ്കിലും അവരുടെ ലൈഫിൽ പലതരത്തിലുള്ള ഇമോഷണൽ ചേഞ്ചസ് ഉണ്ടാവാം. ആൻഡ് ഈ ഇമോഷണൽ ചേഞ്ചസ് ഒന്നും എവിടെയും എക്സ്പ്രസ് ചെയ്യാൻ അവർക്കൊരു പ്ലാറ്റ്ഫോം ഇല്ല. സക്സസ് എന്ന് പറയുന്നത് എത്രയും പേരെ കാണിക്കുന്ന ഒരു സംഭവമാണ്. ആൻഡ് അത്രയും പേരുടെ മുന്നിൽ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരാൾ നിന്ന് കരയാൻ പറ്റുമോ? അയാൾക്ക് ദേഷ്യപ്പെടാൻ കഴിയുമോ? ഒന്നും കഴിയില്ല. ഇതൊക്കെ നമ്മളുടെ സൊസൈറ്റിയിൽ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരാളുടെ ഡെഫിനിഷനിൽ വരാത്ത കാര്യങ്ങളാണ്. അതുകൊണ്ട് അങ്ങനെയുള്ള ആൾ എന്താ ചെയ്യുക? ഇങ്ങനെയുള്ള ഇമോഷൻസ് ഒക്കെ സപ്രസ് ചെയ്യുക. സൊസൈറ്റിയുടെ മുന്നിൽ അത് എക്സ്പ്രസ് ചെയ്താൽ അവരുടെ ക്യാരക്ടറിനെയോ അവരുടെ സക്സസിനെയോ അത് അഫക്റ്റ് ചെയ്യും. ഇത്രയും പേര് നമ്മളെ നോക്കി കാണുന്നുണ്ട്, ഇത്രയും പേരുടെ മുന്നിൽ സക്സസ്ഫുൾ ആവണം, ഇത്രയും പേരുടെ മുന്നിൽ എന്തൊക്കെയോ ആയി കാണിക്കണം. സ്വയം എന്താണോ, അല്ലെങ്കിൽ സ്വയം എന്തൊക്കെ ആങ്സൈറ്റീസ് ഉണ്ട്, പ്രശ്നങ്ങളുണ്ട്, ഫിസിക്കൽ, മെൻ്റൽ, എന്തെല്ലാം ബുദ്ധിമുട്ടുകളുണ്ട്, ഇതൊക്കെ ആൾക്കാർ മറന്നു. വേറുള്ളവരുടെ മുന്നിൽ എത്രത്തോളം സക്സസ്ഫുൾ ആവാം, ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള ആളുടെ ഡെഫിനിഷൻ എന്താണ്, അതിനനുസരിച്ച് ആ ബോക്സിൽ ഞാൻ പെടുന്നുണ്ടോ, അതുമായി ബന്ധപ്പെടാത്ത ഒന്നും ഞാൻ ചെയ്യാൻ പാടില്ല. ആ ഒരു രീതിയിലാണ് ഇന്നത്തെ ലൈഫ് സ്റ്റൈൽ. പണ്ട് ഇത്രയും നമ്മളുടെ ലൈഫിനൊരു വിസിബിലിറ്റി ഉണ്ടായിരുന്നില്ല. ഇത്രയും പേരൊന്നും നമ്മളുടെ ലൈഫിനെ ജഡ്ജ് ചെയ്യാനോ കമൻറ്റ് ചെയ്യാനോ ഉണ്ടായിരുന്നില്ല. ആ സമയത്ത് ഉണ്ടായിരുന്ന ചേഞ്ചസ് നമ്മൾ ഇമോഷണലി അഡാപ്റ്റ് ചെയ്യുമായിരുന്നു, അത് ഷെയർ ചെയ്യുമായിരുന്നു. നമ്മളുടെ വീക്ക്നെസ്സുകളാണെങ്കിലും നമ്മൾക്ക് കാണിക്കാനോ അല്ലെങ്കിൽ ഒളിച്ചു വെക്കുമായിരിക്കാം, എന്നാലും അതിനൊരു ലിമിറ്റ് ഉണ്ടായിരുന്നു. ഇന്ന് അങ്ങനെയല്ല. ഇന്ന് എല്ലാവരും ഒരു ബോക്സിനകത്താവാനാണ് ആഗ്രഹിക്കുന്നത്. സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരാൾ ഉണ്ടാവേണ്ട ഒരു ബോക്സിൽ, ഹാപ്പി ആയിട്ടുള്ള ഒരാൾ ഉണ്ടാവേണ്ട ഒരു ബോക്സിൽ എന്നൊക്കെ സൊസൈറ്റി പറഞ്ഞിട്ടുള്ള ഒരു ബോക്സ് ഉണ്ട്. അതിനകത്ത് നമ്മൾ ഫിറ്റ് ചെയ്യാൻ പാടുപെടുന്നത് കൊണ്ടാണ് നമ്മളുടെ ഇക്കാലഘട്ടത്തിൽ സ്ട്രെസ് എന്ന് പറഞ്ഞിട്ടുള്ളത് പണ്ടത്തേക്കാൾ കൂടുതലായി വരുന്നത്, പണ്ടത്തേക്കാൾ നമുക്കിത് ഡീൽ ചെയ്യാൻ പറ്റാത്തത്. ഇതിൻ്റെ ഒരു സൈഡ് എഫക്റ്റ് ആയിട്ട് ആൾക്കാർ വളരെ ഹൈപ്പർ സെൻസിറ്റീവ് ആവുന്നതോടെയുണ്ട്. ഇനി എല്ലാവരും എന്നും പറയുന്ന കാര്യമാണല്ലോ, നിങ്ങൾ സ്ട്രെസ്ഡ് ആണ്. ശരിക്കും നിങ്ങൾ സ്ട്രെസ്ഡ് ആണോ? അല്ലെങ്കിൽ സ്ട്രെസ് എന്ന് പറയുന്ന സംഭവം നിങ്ങൾ ബോദർ ചെയ്യേണ്ട ഒരു പ്രശ്നമാണോ? അത് മനസ്സിലാക്കാൻ നമുക്കൊരു എക്സസൈസ് അല്ലെങ്കിൽ ഒരു ആക്ടിവിറ്റി ചെയ്യാം. സ്ട്രെസ് റിലേറ്റഡ് ആയിട്ടുള്ള അസുഖങ്ങൾ നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ വരാനുള്ള പ്രോബബിലിറ്റി എത്രയാണെന്ന് മനസ്സിലാക്കാനുള്ള ഒരു എക്സർസൈസാണിത്. നിങ്ങൾ പറ്റുമെങ്കിൽ ഒരു പേപ്പറും പേനയൊക്കെ എടുക്കുക, അല്ലെങ്കിൽ നിങ്ങളുടെ ഫോൺ കയ്യിലുണ്ടെങ്കിൽ ഫോണിൽ തന്നെ ഇത് കാൽക്കുലേറ്റ് ചെയ്യാവുന്നതാണ്. ഇപ്പം നിങ്ങൾ ഈ സ്ക്രീനിൽ കാണുന്ന കാര്യങ്ങൾ, ഇതിലെന്തെല്ലാം നിങ്ങളുടെ ലൈഫിൽ കഴിഞ്ഞ ഒരു വർഷത്തിനുള്ളിൽ സംഭവിച്ചു എന്നുള്ളത് നിങ്ങൾ നോട്ട് ചെയ്യാം. അതിനനുസരിച്ചിട്ട് അതിൻ്റെ സൈഡിൽ ഓരോ പോയിന്റ് വാല്യൂ ആയിട്ട് കണ്ടിട്ടില്ലേ, ആ ഓരോ പോയിന്റ് വാല്യൂ, ഓരോ കാര്യം സംഭവിച്ചിട്ടുണ്ടെങ്കിലും അത് നിങ്ങൾ ആഡ് ചെയ്യാം. അതായത് അതിനകത്ത് കാണുന്ന ആ എക്സാമ്പിളിൽ ഇപ്പം നിങ്ങളുടെ സ്പൗസിൻ്റെ ഡെത്ത് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, കഴിഞ്ഞ ഒരു വർഷത്തിനുള്ളിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, അതിൻ്റെ സൈഡിലുള്ള 100 ആ വാല്യൂ എന്ന് പറയുന്ന ആ വാല്യൂ നിങ്ങൾ ആഡ് ചെയ്യുക. നിങ്ങൾ ഈ കാണുന്ന ലിസ്റ്റിൽ നിങ്ങളുടെ ലൈഫിൽ കഴിഞ്ഞ ഒരു വർഷത്തിൽ സംഭവിച്ചിട്ടുള്ള ഇവൻറ്റ്സ് എന്തൊക്കെയാണ് എന്നുള്ളത് നോട്ട് ചെയ്യാം. എന്നിട്ട് അതിൻ്റെ ഓരോന്നിൻ്റെയും റൈറ്റ് സൈഡിലുള്ള പോയിന്റ്സ് നിങ്ങൾ ആഡ് ചെയ്യുക. മൊത്തം അത് ടോട്ടൽ എത്രയാണ് അതിൻ്റെ സം വരിക എന്നുള്ളത് ഒരു നമ്പർ, അത് നിങ്ങൾ കണ്ടുപിടിച്ച് വെക്കുക. നിങ്ങൾക്ക് ഈ സ്ക്രീൻ പോസ് ചെയ്തിട്ട് ഈ ആക്ടിവിറ്റി ഒരു 1-2 മിനിറ്റോ സമയം എടുത്ത് തന്നെ ചെയ്യാം. നിങ്ങളുടെ സ്കോർ 150ക്കും 199നും ഇടയിലാണെങ്കിൽ നിങ്ങൾക്ക് സ്ട്രെസ് റിലേറ്റഡ് ആയിട്ടുള്ള അസുഖങ്ങൾ ഇനിയുള്ള കൊല്ലങ്ങളിൽ വരാനുള്ള റിസ്ക് നിങ്ങൾ ലോ റിസ്ക് ആണ്, എന്നാലും വരാനുള്ള സാധ്യത ഇല്ലാതില്ല. ഇനി അതല്ല, നിങ്ങളുടെ സ്കോർ 200നും 299നും ഇടയിലാണെങ്കിൽ നിങ്ങളൊരു മീഡിയം റിസ്കിലാണ്. അതുപോലെ തന്നെ
300 ആൻഡ് അബോവ് ആണ് നിങ്ങൾക്ക് കിട്ടിയ സ്കോറെങ്കിൽ നിങ്ങൾ വളരെ പ്രോണാണ്. സ്ട്രെസ് റിലേറ്റഡ് ആയിട്ടുള്ള ഡിസീസസ് എപ്പോൾ വേണമെങ്കിലും നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവാം. ചിലപ്പോൾ നിങ്ങൾക്ക് ഓൾറെഡി അങ്ങനത്തെ അസുഖങ്ങൾ ഉണ്ടാവാം. അങ്ങനത്തെ അസുഖങ്ങൾ ഓൾറെഡി ഉണ്ടെങ്കിൽ അതിൻ്റെ സിവിയറിറ്റി കൂടാനുള്ള ചാൻസും നിങ്ങളുടെ ലൈഫിൽ കൂടുതലാണ്. ഈ ലിസ്റ്റ് ഒരു സയൻറ്റിഫിക് സ്റ്റഡിയുടെ ഭാഗമായിട്ടുള്ള ഒരു ലിസ്റ്റാണ്. അതിൽ എല്ലാവരുടെ ലൈഫിലും വരുന്ന എല്ലാ ചേഞ്ചസും അവർ അഡ്രസ്സ് ചെയ്തിട്ടൊന്നുമില്ല. അതുപോലെ തന്നെ ഇതിൽ ലിസ്റ്റ് ചെയ്യാത്ത എന്തെങ്കിലും മേജർ ആയിട്ടുള്ള ചേഞ്ചസ് നിങ്ങളുടെ ലൈഫിലുണ്ടെങ്കിൽ അതിനും ഒരു ഇമ്പാക്റ്റ് എത്രയാണെന്ന് നിങ്ങളൊന്ന് കാൽക്കുലേറ്റ് ചെയ്തിട്ട് അതും നിങ്ങളുടെ സ്കോറിൻ്റെ കൂടെ ആഡ് ചെയ്യുക. അതിൻ്റെയൊക്കെ ഒരു ടോട്ടൽ സം, അതാണ് നിങ്ങളുടെ സ്ട്രെസ് റിസ്ക് ഫാക്ടർ. ഈ ലിസ്റ്റ് ശ്രദ്ധിക്കുകയാണെങ്കിൽ കുറേ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫാക്ടേഴ്സ് ഉണ്ടാവും. ഇതിലിപ്പോൾ വെക്കേഷൻ വരെ നിങ്ങൾക്ക് സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ഒരു ഇവൻ്റ് ആയിട്ടാണ് നോട്ട് ചെയ്തിട്ടുള്ളത്. സ്ട്രെസ് ഉണ്ടാക്കുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ നടക്കുന്ന നല്ല കാര്യങ്ങളോ ചീത്ത കാര്യങ്ങളോ ഒന്നുമല്ല. ഏതൊരു തരത്തിലുള്ള ചേഞ്ചും നിങ്ങൾക്ക് ചെറിയ തോതിലോ വലിയ തോതിലോ സ്ട്രെസ് ഉണ്ടാക്കാൻ ചാൻസ് ഉള്ളതാണ്. വെക്കേഷൻ എങ്ങനെയാണ് സ്ട്രെസ്ഫുൾ? നമ്മൾ റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ടല്ലേ വെക്കേഷന് പോകുന്നത്? ശരിക്കും റിലാക്സ് ചെയ്യാൻ വേണ്ടിയാണോ വെക്കേഷന് പോകുന്നത്? നിങ്ങൾ ആലോചിക്കുക, നിങ്ങളുടെ വീട്ടിലോ ജോലിസ്ഥലത്തോ ഒരു സിറ്റുവേഷൻ ഉണ്ടാവുകയാണ്. ആൻഡ് ആ സിറ്റുവേഷൻ കാരണം നിങ്ങൾക്ക് ഒരു പെട്ടിയെടുത്ത് അതിനകത്ത് നിങ്ങളുടെ ജീവിക്കാൻ വേണ്ട സാധനങ്ങളൊക്കെ വെച്ചിട്ട് ഒരു 10 ദിവസത്തേക്ക് അവർ പറയുന്ന എവിടെയെങ്കിലുമൊക്കെ പോയി താമസിക്കണം എന്ന് പറയാം. എന്ത് സ്ട്രെസ്ഫുൾ ആണല്ലേ ആലോചിക്കുമ്പം തന്നെ. പക്ഷെ വേറൊരു ആംഗിളിൽ ആലോചിക്കുമ്പം അതല്ലേ വെക്കേഷൻ. നമ്മൾ പെട്ടിയൊക്കെ എടുത്ത് അതിനകത്ത് നമ്മളുടെ കുറച്ച് വേണ്ട കാര്യങ്ങൾ ആദ്യം അതൊക്കെ സെലക്ട് ചെയ്യണം. എന്തെല്ലാം കാര്യങ്ങളാണ് എനിക്ക് വേണ്ടതെന്നുള്ളത് സെലക്ട് ചെയ്യണം. എത്ര ആൾക്കാരെ ഓർഗനൈസ് ചെയ്യണം, ടൂറ് പ്ലാൻ ചെയ്യണം, എവിടെയൊക്കെ പോകണം എന്നുള്ളത് പ്ലാൻ ചെയ്യണം. വെക്കേഷനും ഒരു സ്ട്രെസ്ഫുൾ ഇവൻ്റാണ്. നമ്മൾ 1-2 മാസം എവിടെയെങ്കിലും മാറി താമസിക്കുകയാണെങ്കിൽ അത് ചിലപ്പോൾ റിലാക്സിങ് ആയിരിക്കാം. പക്ഷെ 10 ദിവസത്തേക്ക് ഒരു 10,000 സ്ഥലം കാണുന്നൊരു ടൂറാണെങ്കിൽ അത് വളരെ സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ഒരു ഇവൻ്റാണ്. എന്നാൽ ലൈഫിൽ ഈ ലിസ്റ്റ് ചെയ്ത കാര്യങ്ങളൊക്കെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണോ? അല്ലല്ലോ. കൂടുതലും നടന്നു പോകുന്ന സംഭവങ്ങളാണ്. ഇങ്ങനെയുള്ള സംഭവങ്ങൾ നടന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സ്ട്രെസ് ഫാക്ടർ, നിങ്ങളുടെ സ്ട്രെസ്സിനുള്ള റിസ്ക് കൂടുതലാണെന്നേ ഉള്ളൂ. എന്ന് വിചാരിച്ച് ഈ കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് അവോയ്ഡ് ചെയ്യാൻ കഴിയില്ല. നമ്മുടെ കുറ്റം കൊണ്ടാണോ നമ്മൾ ഇതിലേതെങ്കിലും ഒന്ന് ചെയ്യുന്നത്? അല്ലെങ്കിൽ ആരുടെയെങ്കിലും ഒരു മരണം സംഭവിക്കുക, ഇതൊന്നും നമ്മുടെ ചോയ്സ് അല്ലല്ലോ. ഇങ്ങനെ നടന്നു പോകുന്ന എൻവയൺമെൻറ്റൽ ഫാക്ടറാണ്. നമ്മൾ വീട് മാറി താമസിക്കണം എന്നുള്ളൊരു സിറ്റുവേഷൻ വരികയാണ്. നമുക്കത് റെസിസ്റ്റ് ചെയ്യാൻ കഴിയില്ല. അത് വേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ നമുക്കിതിൽ എവിടെയാണ് കൺട്രോൾ? നമ്മുടെ ലൈഫിൽ വരുന്ന ചേഞ്ചസ് നമ്മൾക്ക് അഡാപ്റ്റ് ചെയ്യാൻ കഴിയാത്തതിലും വേഗം ഉണ്ടാകുമ്പോഴോ അല്ലെങ്കിൽ നമ്മൾക്ക് അഡാപ്റ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിലാകുമ്പോഴോ ആണ് നമുക്ക് സൈക്കോളജിക്കൽ സ്ട്രെസ് ഉണ്ടാകുന്നത്. ഇപ്പോൾ എക്സിസ്റ്റ് ചെയ്യുന്ന ജോലികളാവട്ടെ അല്ലെങ്കിൽ നമ്മളുടെ ഓരോ ദിവസത്തെ കാര്യങ്ങളാവട്ടെ കൂടുതലും നമ്മൾ മെൻ്റൽ ആക്ടിവിറ്റിയാണ് യൂസ് ചെയ്യുന്നത്. നമ്മുടെ ഫിസിക്കൽ എക്സർഷൻ ആവശ്യമുള്ള ആക്ടിവിറ്റീസ് വളരെ കുറവാണല്ലേ. നമ്മളുടെ സൊസൈറ്റി ഡെവലപ്പായി വരുന്നതോടുകൂടി ഫിസിക്കൽ എക്സർഷൻ വേണ്ട കാര്യങ്ങളൊക്കെ ഒന്നെങ്കിൽ നമ്മൾക്ക് എന്തെങ്കിലും ഒരു മെഷീനറിയാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അത് ചെയ്യാൻ വേണ്ടിയിട്ട് ഈസി ആയിട്ടുള്ള എന്തെങ്കിലും ഒരു മെത്തഡോളജിയോ അല്ലെങ്കിൽ അത് സപ്പോർട്ട് ചെയ്യുന്ന എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഇൻവെൻറ്റ് ചെയ്തിട്ടുണ്ട്. അതിനനുസരിച്ച് നമ്മളുടെ ഫിസിക്കൽ എക്സേർഷൻ വളരെ കുറവാണ്. എന്നാൽ അതിനനുസരിച്ച് മെൻ്റൽ ആക്ടിവിറ്റി വളരെ സ്പീഡിലാണ്, വളരെ കൂടുതലാണ്. നമ്മൾക്ക് പ്രോസസ്സ് ചെയ്യേണ്ട ഇൻഫർമേഷൻ കുറച്ച് കാലത്തേത് വെച്ച് ആലോചിച്ച് നോക്കുമ്പോൾ ഈ കാലഘട്ടത്തിൽ വളരെ കൂടുതലാണ്. ഇനി മുന്നോട്ടുള്ള സമയത്ത് അത് കൂടുകയുള്ളൂ, കുറയാൻ പോകുന്നില്ല. നിങ്ങളുടെ മെൻ്റൽ ആക്ടിവിറ്റി കൂടുന്നതിനനുസരിച്ച് നിങ്ങളുടെ ബോഡി അത് സപ്പോർട്ട് ചെയ്യുന്നില്ലെങ്കിലോ നിങ്ങളുടെ ബോഡി അതിനനുസരിച്ച് ഇവോൾവ് ചെയ്യുന്നില്ല. ബോഡി മാത്രമല്ല, നിങ്ങളുടെ മുഴുവൻ സിസ്റ്റം അതിനനുസരിച്ച് നിങ്ങൾ പ്രോസസ്സ് ചെയ്യുന്ന ഈ മെൻ്റൽ ഇൻഫർമേഷൻ പ്രോസസ്സ് ചെയ്യാനുള്ള കേപ്പബിലിറ്റി നിങ്ങളുടെ ബോഡിക്കോ നിങ്ങളുടെ മുഴുവൻ സിസ്റ്റത്തിനോ ഉണ്ടോ? അതില്ലാതെ വരുമ്പോഴാണ് നിങ്ങളുടെ മെൻ്റൽ ആക്ടിവിറ്റി, നിങ്ങളുടെ ഫിസിക്കൽ ആക്ടിവിറ്റി, നിങ്ങൾ കേപ്പബിൾ ആയിട്ടുള്ള കാര്യങ്ങളും തമ്മിലുള്ള ഒരു കോൺഫ്ലിക്റ്റ് വരുന്നത്. അവിടെയാണ് സ്ട്രെസ് ഉണ്ടാകുന്നത്. ഇനി സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ഇവൻറ്റുകൾ നമ്മൾ അനലൈസ് ചെയ്തപ്പോൾ അതിൽ മിക്കത് നമ്മളുടെ കൺട്രോളിലല്ല എന്ന് മനസ്സിലായല്ലോ. അപ്പോൾ എന്താണ് നമ്മളുടെ കൺട്രോളിൽ? നമുക്ക് എന്തെല്ലാം ചേഞ്ചസ് വരുത്താൻ പറ്റും? ഒന്നാമത്തേത്, നിങ്ങളുടെ ഫിസിക്കൽ ആക്ടിവിറ്റി, നിങ്ങളുടെ മെൻ്റൽ ആക്ടിവിറ്റി കൂടുന്നതിനനുസരിച്ച് പറ്റുന്ന രീതിയിലൊക്കെ ഇമ്പ്രൂവ് ചെയ്യാൻ നോക്കുക. ഇന്ന കാര്യങ്ങൾ ചെയ്യണം എന്നല്ല പറയുന്നത്, പക്ഷെ നിങ്ങൾക്ക് എന്തെല്ലാം കഴിയുമോ, നിങ്ങളുടെ സാഹചര്യത്തിൽ എന്തെല്ലാം ചെയ്യാൻ കഴിയുമോ എന്നുള്ളത് നിങ്ങൾ കണ്ടുപിടിക്കുക. എന്നിട്ട് നിങ്ങളുടെ മെൻ്റൽ ആക്ടിവിറ്റി വളരെ കൂടുതലാണെങ്കിൽ അതിനനുസരിച്ചിട്ട് നിങ്ങളുടെ ഫിസിക്കൽ ആക്ടിവിറ്റി ഏതെങ്കിലുമൊക്കെ രീതിയിൽ ബാലൻസ് ചെയ്യാൻ നോക്കുക. ഇനി രണ്ടാമത്തെ കാര്യം, നമ്മളുടെ ലൈഫിൽ സ്ട്രെസ് ഉണ്ടാക്കുന്ന എക്സ്റ്റേണൽ ഇവൻറ്റ്സ്, നമ്മളുടെ കൺട്രോളിലല്ലാത്ത കാര്യങ്ങൾ കുറേയുണ്ട്. അതിൻ്റെ പിന്നാലെ പോകാതെ നിങ്ങളുടെ കൺട്രോളിലുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് അനലൈസ് ചെയ്യുക. അതുപോലെ തന്നെ വലിയ വലിയ കാര്യങ്ങൾ, വലിയ വലിയ ചേഞ്ചസ് നിങ്ങളുടെ ലൈഫിലുള്ളത് മിക്കതും നിങ്ങളുടെ കൺട്രോളിലല്ല, അത് ചെയ്തേ കഴിയുള്ളൂ. പക്ഷെ നമ്മൾ വെക്കേഷൻ്റെ കാര്യം പറഞ്ഞതുപോലെ നമ്മളുടെ ഡെയിലി ലൈഫിൽ അങ്ങനെ ചെറിയ ചെറിയ കുറേ കാര്യങ്ങളുണ്ട്, നമ്മൾ അറിയാതെ തന്നെ നമുക്ക് സ്ട്രെസ് ഉണ്ടാക്കുന്ന കാര്യങ്ങൾ. അതൊക്കെ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് കൺട്രോളിൽ കൊണ്ടുവരാൻ നോക്കുക. അതിനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നാളെ എന്തിടും, നിങ്ങൾ ജോലിക്ക് പോകുമ്പോൾ എന്താണ് ഇടാൻ പോകുന്നത്, അതൊന്ന്.
നമ്മൾ എത്ര നേരം ആലോചിക്കുന്നു, നമ്മൾ ആലോചിക്കുമോ അത് അത്ര സ്ട്രെസ് ഉണ്ടാക്കുന്ന കാര്യമൊന്നുമല്ല, പക്ഷെ നിങ്ങൾ എത്ര നേരം കുത്തിയിരുന്ന് ആലോചിക്കുന്നു, ഇത് എന്തിടണോ, അല്ല ഇത് വേണ്ട, ഇനി ഇതിനതില്ല, എത്ര നേരമാണ് അതിൽ പോകുന്നത്. അതുപോലെ തന്നെ എന്താണ് നാളെ കഴിക്കുക, അല്ലെങ്കിൽ നാളെ എന്തുണ്ടാക്കും, എന്ത് വാങ്ങിക്കും, ഇങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങളുണ്ട് നമ്മളുടെ ലൈഫിൽ. ഈ കാര്യങ്ങളൊക്കെ നമ്മളൊരു റുട്ടീനൊക്കെ ഉണ്ടാക്കി അത് സ്റ്റിക്ക് ചെയ്ത് അങ്ങനെ പോകണം എന്നല്ല പറയുന്നത്. പക്ഷെ നിങ്ങൾക്ക് ചില കാര്യങ്ങളൊക്കെ കോൺസ്റ്റൻ്റ് ആയി കൊണ്ടുവന്നാലേ നിങ്ങളുടെ ലൈഫിലെ മേജർ കാര്യങ്ങൾ എന്തായാലും ചേഞ്ച് ചെയ്തുകൊണ്ടേ ഇരിക്കും. നിങ്ങളുടെ ലൈഫിൽ എന്തായാലും നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത കുറേ ചേഞ്ചസ് ഉണ്ടായിരിക്കും. അതിൻ്റെ അടുത്ത് നമ്മൾ മൽപ്പിടുത്തം പിടിച്ചിട്ട് ഒരു കാര്യമില്ല. പക്ഷെ നമ്മുടെ ലൈഫിൽ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതും എന്നാൽ അധികം റെലവൻസ് ഇല്ലാത്തതുമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ഏതർ അതിലൊക്കെ ഓരോ കോൺസ്റ്റൻസ് കൊണ്ടുവരിക, അല്ലെങ്കിൽ അതിലെന്തെങ്കിലും ഒരു ഓർഡർ കൊണ്ടുവരാൻ ശ്രമിക്കുക. അപ്പോൾ ആ ഏരിയയിലുള്ള നിങ്ങളുടെ ചേഞ്ചസ് കുറവാക്കി കൊണ്ടുവരാൻ നോക്കുക. അത് കുറച്ച് കോൺസ്റ്റൻസ് വെക്കുക. ഇന്ന കാര്യങ്ങൾ എൻ്റെ ലൈഫിൽ കോൺസ്റ്റൻ്റ് ആയിക്കോട്ടെ, ബാക്കി കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്താൽ അതൊക്കെ ഞാൻ ഡീൽ ചെയ്താൽ മതി. എല്ലാം നിങ്ങളുടെ ലൈഫിൽ ചേഞ്ച് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. എല്ലാം ഓരോ ഡയറക്ഷനിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ്. എന്ത് കൺഫ്യൂസ്ഡ് ആണ്, എന്ത് സ്ട്രെസ്ഫുൾ ആണ്, അവിടെയാണ് സ്ട്രെസ്സ് വരുന്നത്. നമ്മളുടെ ലൈഫിൽ മേജർ സ്ട്രെസ്സ് തരുന്ന ആ ലിസ്റ്റിലുള്ള ഇവൻറ്റ്സ് മിക്കതും നമ്മളുടെ കൺട്രോളിലല്ല. നമ്മളുടെ കൺട്രോളിലുള്ള ഈ ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യണം. എന്നിട്ട് അതിലൊക്കെയാണ് ചേഞ്ചസ് വരുത്താൻ നോക്കേണ്ടത്. ആദ്യം സ്ട്രെസ്സ് കുറയ്ക്കാൻ നമ്മളോട് സാധാരണ ആൾക്കാർ എന്താണ് പറയുക, എന്തെങ്കിലും വലിയ കാര്യം നിങ്ങളുടെ ലൈഫിൽ നടന്നു, അതിനെപ്പറ്റി മറക്കുക, അത് ഓർക്കാതിരിക്കുക, അത് മറക്കുക, അല്ലെങ്കിൽ അതങ്ങനെ ആയി, അതൊക്കെ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുക. പക്ഷെ അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. പക്ഷെ നിങ്ങളുടെ ലൈഫിൽ ഈ ചെറിയ ചെറിയ കാര്യങ്ങളൊന്നും ഓർഡറിൽ കൊണ്ടുവരാൻ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമല്ല എന്ന് വിചാരിച്ച് നിങ്ങളൊരു പ്രത്യേകതരം ഒരു ടൈം ടേബിൾ വെച്ച് ജീവിക്കുന്ന ഒരാളാവണം എന്നൊന്നുമല്ല. എന്നാൽ നിങ്ങളുടെ ലൈഫിൽ കുറേ കാര്യങ്ങൾ സ്ട്രെസ് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ഈ ചെറിയ ചെറിയ കാര്യങ്ങളെങ്കിലും അതിൽ നിന്ന് ഒഴിവാക്കിക്കൂടെ? അതിനുവേണ്ടി നിങ്ങൾ എല്ലാവരും പ്ലാൻ ചെയ്യാൻ നോക്കുക. ഇനി അവസാനത്തേത്, നിങ്ങളുടെ മെന്റൽ റിലാക്സേഷന് വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും ആക്ടിവിറ്റീസിലൊക്കെ ഇൻവോൾവ് ആവുക. അതെന്തെങ്കിലും ക്രിയേറ്റീവ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ആയാൽ കൂടുതൽ നല്ലത്. ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഹോബീസ് എന്തെങ്കിലും ചെയ്യുക, ഗാർഡനിങ് ആവാം, പാട്ട് പാടുന്നതായിരിക്കാം, എന്തെങ്കിലും ഇൻസ്ട്രുമെന്റ്സ് ആയിരിക്കാം, അങ്ങനെ എന്തെങ്കിലും. അതും അല്ലെങ്കിൽ മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യാം. എല്ലാവരെ കൊണ്ടും എല്ലാ ആക്ടിവിറ്റീസും കഴിയണം എന്നില്ല, പക്ഷെ നിങ്ങളെ കൊണ്ട് കഴിയുന്ന മെന്റലി റിലാക്സ് ചെയ്യുന്ന ആക്ടിവിറ്റീസ് നിങ്ങളുടെ മൈൻഡിന്റെ സ്പീഡിനെയും കുറച്ച് കൺട്രോളിൽ കൊണ്ടുവരാൻ നോക്കുക. എക്സ്റ്റേണൽ ഇവൻറ്റ്സ് നമ്മളുടെ കൺട്രോളിലല്ല, പക്ഷെ നമ്മളുടെ മെൻ്റൽ ആക്ടിവിറ്റി, നമ്മളുടെ ഫിസിക്കൽ ആക്ടിവിറ്റി, നമ്മളുടെ സറൗണ്ടിങ്സിൽ നമ്മൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ, ഈ ചെറിയ ചെറിയ കാര്യങ്ങളിലൊക്കെ കുറച്ച് അഡ്ജസ്റ്റ്മെൻറ്റ് വരുത്തി നോക്കൂ. ഈ കാര്യങ്ങളിലൊക്കെ മാറ്റം വരുത്തിയാൽ നമ്മൾ എന്നും വളരെ സ്ട്രെസ്ഡ് ആയിരിക്കുക, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് എൻ്റെ പ്രശ്നമെന്ന് മനസ്സിലാവാതിരിക്കുക, അങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ നിന്നൊക്കെ കുറച്ചൊരു റിലീഫ് കിട്ടും. അതാണ് ഇന്നത്തെ ഫുഡ് ഫോർ തോട്ട്.